ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 വർഷം വരുന്ന വിഷുബലം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വിഷുവിൻ്റെ പ്രാധാന്യം പറയുകയാണെങ്കിൽ മലയാള പുതുവർഷം ആരംഭമാണ്. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച ഉദിച്ച് 8 നാഴിക 2 വിനാഴികയ്ക്ക്, അതായത് രാവിലെ 9:32 കൊല്ലവർഷം 1201 ആണ്ട് മേടം 1 ആരംഭിക്കുന്നു. കുംഭക്കൂറിൽ വരുന്ന ചതയ നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും വരാഹകരണവും ശുഭ്രാനാമ നിത്യയോഗവും കൂടിയ സമയത്ത് ഇടവ രാശിയോദയ സമയത്ത് ഭൂമിഭൂതം കൊണ്ടാണ് മേടവിഷു സംക്രമം നടക്കുന്നത്. ഈ വിഷു സംക്രമ ഫലമായിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക. എന്നിരുന്നാലും ചില രാശിക്കാർക്ക് ഗുണഫലങ്ങൾ ഏറിയും ചില രാശിക്കാർക്ക് ഗുണഫലങ്ങൾ കുറഞ്ഞുമുള്ള ഫലങ്ങളൊക്കെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇനി ഒരു രാശിയിൽ വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമത്തിൻ്റെ ഫലമായി അനുഭവപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദീകരിച്ച് പറയാം. മിഥുനം രാശിയിലുള്ള മകീരം 3-4 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1-2-3 പാദം എന്നീ 3 നക്ഷത്രക്കാർക്ക് വിഷുബല അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആരംഭത്തേക്കാൾ എന്തുകൊണ്ടും മികച്ചതായിരിക്കും പിന്നീടുള്ള കാലം. സാമ്പത്തിക നില പതിയെ മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും തുടരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ജോലി മാറാൻ അനുകൂലമായ ഒരു സമയമല്ല. ജോലിയിലുള്ളവർക്ക് ജോലിയിൽ കഠിനാധ്വാനവും മേലധികാരികളുടെയൊക്കെ കടുംപിടുത്തവും ഒക്കെ നേരിടേണ്ടതായിട്ടൊക്കെ വരും. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പരീക്ഷയിൽ മികച്ച തോതിലുള്ള വിജയം തന്നെ കരസ്ഥമാക്കാനും അതോടൊപ്പം തന്നെ ഉപരിപഠനത്തിന് നല്ല അവസരങ്ങൾ ലഭിക്കുവാനുമുള്ള യോഗമൊക്കെയാണ് കാണുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും. കലാപ്രേമികൾക്കും എഴുത്തുകാർക്കും സാഹിത്യകാരന്മാർക്കും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആത്മീയപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധം തുടരും. പൂർവികരുടെ അനുഗ്രഹമൊക്കെ ഉണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളൊക്കെ തേടിയെത്തും. പൂർവികത്തിൽ നിന്ന് സ്വത്ത് കിട്ടാനുള്ളവർക്ക് അവ കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട്. പൊതുവെ ഈശ്വരാധീനമുള്ള വർഷമായതുകൊണ്ട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നടക്കും. വിവാഹാലോചനയുമായൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ ബന്ധങ്ങളൊക്കെ വന്നു ചേരും. സാമൂഹിക പ്രവർത്തനത്തിലും കക്ഷിരാഷ്ട്രീയങ്ങളിലുമൊക്കെ സജീവമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വർഷം കൂടിയാണ്. ഈശ്വരാനുഗ്രഹത്താൽ കാര്യങ്ങൾ എല്ലാം നല്ല നിലയിൽ തന്നെ നടന്നു കിട്ടും. ഇവയെല്ലാം പൊതുവായ ഫലങ്ങൾ മാത്രമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നിങ്ങൾക്ക് യോഗദശയോ അപഹാരമോ ഒക്കെ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണഫലങ്ങൾ ഒന്നുകൂടി സ്ട്രോങ് ആയി തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതേപോലെ തന്നെ ദോഷഭാവങ്ങളുടെ ബന്ധമുള്ള ഗ്രഹങ്ങളുടെ ദശയോ അപഹാരമോ ഒക്കെയാണ് നടക്കുന്നത് എങ്കിൽ മുകളിൽ പറഞ്ഞ ഈ ശുഭഫലങ്ങൾക്ക് കുറവും സംഭവിക്കാവുന്നതാണ്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.